ഹലോ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പം നമുക്കിന്നൊരു ചെറിയൊരു ടോപ്പിക്കും കൂടി നോക്കിയാലോ. കുട്ടികളുണ്ടാകുന്ന പനി അത് നമുക്കെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. കുട്ടികൾക്കൊരു ചെറിയ പനി വന്നാൽ തന്നെ നമ്മുടെ പാരൻസിൻ്റെ സമാധാനം മൊത്തത്തിൽ കളയും, അല്ലേ? അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ടിപ്സ് നോക്കാം. രാത്രിയൊക്കെ പെട്ടെന്ന് പനി കൂടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പലരും ടെൻഷൻ അടിക്കാറുണ്ട്. സത്യത്തിൽ പനി എന്ന് പറയുന്ന ഒരു അസുഖമൊന്നുമല്ല, നമ്മുടെ ബോഡി ഇൻഫെക്ഷനോട് ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, തുണി നനച്ച് തുടയ്ക്കണം. കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ ചെറിയ ഒരു തുണി എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് ഇത്തിരി നനയ്ക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടിയുടെ പനി കുറയ്ക്കാൻ ശരീരം നന്നായി തുടച്ചു കൊടുക്കുക എന്നതാണ്. അതായത് പച്ചവെള്ളമോ അല്ലെങ്കിൽ ലേശം ചൂടുള്ള വെള്ളമോ എടുക്കാം. ഐസ് വെള്ളം ഒരിക്കലും എടുക്കരുത്. എന്നിട്ട് ആ തുണി നമ്മൾ ഈ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളുടെ കഷവും നെറ്റിയും ഒക്കെ നന്നായിട്ട് തുടച്ചെടുത്ത് തന്നെ ബോഡിയുടെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ കഴിയും. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരിലും കാണുന്നൊരു കാര്യമാണ്, കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോഴത്തേക്ക് എല്ലാവരും നന്നായിട്ട് ബ്ലാങ്കറ്റും അതൊക്കെ വെച്ചിട്ട് സ്വെറ്ററൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പുതയ്ക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബോഡിയിലെ ടെമ്പറേച്ചർ കൂടുക ചെയ്യുന്നത്. പനിയല്ലെന്ന് കരുതി കുഞ്ഞിനെ ഇതൊന്നും വെച്ച് പുതപ്പിക്കരുത്. വായു സഞ്ചാരമുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഇട്ട് കൊടുക്കണം, എങ്കിലേ ആ ചൂട് പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കണം, നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കണം. വെള്ളം കുടിപ്പിക്കാൻ മറക്കരുത്. പനി വരുമ്പോൾ കുട്ടികൾക്ക് ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ നിർബന്ധമായും വെള്ളം കുടിപ്പിക്കണം. അത് കഞ്ഞിവെള്ളമോ ജ്യൂസോ എന്താണോ കുട്ടിക്ക് ഇഷ്ടം അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. ശരീരം ഉണങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണം, പൊതുവെ ഈ പനി വരുമ്പോഴത്തേക്ക് കുട്ടികൾ ഭക്ഷണം കഴിക്കത്തില്ല, വളരെയധികം പുറകിലോട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് വിശപ്പില്ലെങ്കിൽ നിർബന്ധിച്ച് കുട്ടിയുടെ ഭക്ഷണം കഴിപ്പിക്കരുത്. പിന്നെ അവർക്ക് കട്ടിയുള്ളതല്ലാത്ത നോർമൽ നല്ല ലൈറ്റായിട്ടുള്ള എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ വേറൊരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴാണ് പേടിക്കേണ്ടത് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് എപ്പോഴാണ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇനി ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും പനി കുറയുന്നതുമില്ല. അതുമാത്രമല്ല, ഇനി ഇതൊക്കെ ചെയ്താലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പനി കുറയുന്നില്ലെങ്കിലോ കുട്ടി ഭയങ്കരമായി തളർന്നു കിടക്കുകയോ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ശ്വാസം മുട്ടലുണ്ടാകുകയോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒട്ടും വൈകരുത്, ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. പനിക്കുള്ള മരുന്നുകൾ എപ്പോഴും ഡോക്ടർ പറഞ്ഞ ഡോസിൽ മാത്രമേ കൊടുക്കാവൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യം. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ടെൻഷൻ കുറയ്ക്കാം. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചൂടെ? കൂടെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ.